കേരളത്തിൽ അടുത്തിടെയായി കണ്ടുവരുന്ന ഒരു കലാരൂപമാണ് ദേശീയതയെയും രാജ്യത്തിൻ്റെ പാരമ്പര്യത്തെയും അപമാനിക്കുക, തള്ളിപ്പറയുക എന്നുള്ളത്. ഇടത് ഇസ്ലാമിസ്റ്റിക് ഇക്കോസിസ്റ്റവും ഒരു വിഭാഗം മാധ്യമങ്ങളുമാണ് ഇതിന് ചുക്കാൻ പിടിക്കുന്നത്. എന്താണ് ഈ വിഭാഗത്തെ വിരളി പിടിപ്പിക്കുന്നത് എന്ന് പരിശോധിക്കാം. ഭാരതാംബയായിരുന്നു കുറച്ചധികം നാളുകളായി ഇക്കൂട്ടരുടെ ഉറക്കം കെടുത്തിയിരുന്ന പ്രധാനപ്പെട്ട വിഷയം. പതിറ്റാണ്ടുകളായി ഭാരതമാതാ ചിത്രവും പൂജയും ഈ നാട്ടിൽ പ്രചാരത്തിലുണ്ടായിരുന്നു എന്നുള്ളത് മറന്നുകൊണ്ടായിരുന്നു ഈ വിവാദം തുടങ്ങിയത്. ചാനൽ മുറിയിലെ കോട്ടിട്ട ജഡ്ജിമാരും ചെമ്പട്ടിൽ പൊതിഞ്ഞ് പച്ചപ്പാഷാണം വിൽക്കുന്നവരും പരമാവധി ശ്രമിച്ചെങ്കിലും ശക്തമായ പ്രതിരോധത്തിന് മുന്നിൽ പക്ഷേ അവർക്ക് മുട്ടുമടക്കേണ്ടി വന്നു. അതൊന്ന് അടങ്ങിയപ്പോൾ ഇതാ വരുന്നു ഗുരുപൂജ വിവാദം. കേരളത്തിലും രാജ്യത്താകമാനവും ഇതാദ്യമായല്ല ഗുരുപൂജ ഉത്സവം സംഘടിപ്പിക്കുന്നത്. പിന്നെ എന്തിനാണ് ഇങ്ങനെ പെട്ടെന്നൊരു ദിവസം ഈ വിവാദം കുത്തിപ്പൊക്കിയത്? അതിന് ഒറ്റ ഉത്തരമേയുള്ളൂ. അതായത് ഈ നാടിൻ്റെ തനതായ സാംസ്കാരിക പാരമ്പര്യം തച്ചു തകർക്കുക എന്നതാണ്. വിദ്യാഭാരതി, വിദ്യാനികേതൻ എന്നീ സംഘടനകളുടെ 13,000-ലധികം സ്കൂളുകളിലും 1,00,000-ലധികം ഏകൽ വിദ്യാലയങ്ങളിലും ഗുരുക്കന്മാരുടെ പാദപൂജ ചെയ്യാറുണ്ട്. ഗുരുപൂർണിമ ദിനത്തിൽ വിദ്യാലയങ്ങൾ കൂടാതെ മറ്റ് പലയിടങ്ങളിലും ഇത്തരത്തിൽ പാദപൂജയും ഗുരുപൂജയും നടക്കാറുമുണ്ട്. പ്രധാനമന്ത്രിയും അതോടൊപ്പം വിവിധ മുഖ്യമന്ത്രിമാരും ഇത്തരത്തിൽ ഗുരുപൂജ, പാദപൂജ ചടങ്ങുകൾ ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുമുണ്ട്. അത് ഈ നാടിൻ്റെ സംസ്കാരത്തെയാണ് ഉയർത്തിപ്പിടിക്കുന്നത്. മഹാരാജാസ് കോളേജിലെ പ്രിൻസിപ്പാളിൻ്റെ കസേര നടുത്തെരുവിലിട്ട് കത്തിച്ച SFIയുടെ അതേ പാത പിന്തുടരണം എന്നാണോ ഇവിടുത്തെ വിദ്യാർത്ഥികളോട് ഇടത് ഇസ്ലാമിസ്റ്റ് ഇക്കോസിസ്റ്റവും ഒപ്പം ഒരു വിഭാഗം മാധ്യമങ്ങളും ആവശ്യപ്പെടുന്നത്? വിക്ടോറിയ കോളേജിലെ പിന്നാക്ക വിഭാഗക്കാരിയായ അധ്യാപികയ്ക്ക് വിരമിച്ച നാളിൽ കുഴിമാടമൊരുക്കിയ അതേ സംസ്കാരം നമ്മുടെ വിദ്യാർത്ഥികൾ പിന്തുടരണം എന്നാണോ നിങ്ങൾ കൽപ്പിക്കുന്നത്? ഒരു അധ്യാപകന്റെ ദേഹത്തേക്ക് കരിയോയിൽ ഒഴിച്ച പിഴച്ച സംസ്കാരം പിന്തുടരണം എന്നാണോ നിങ്ങൾ വിദ്യാർത്ഥികളെ ഉത്ബോധിപ്പിക്കുന്നത്? ദേശീയ പ്രസ്ഥാനങ്ങൾക്ക് ബാലികേറ മലയായിരുന്ന കേരളം ഇന്ന് മാറ്റത്തിൻ്റെ പാതയിലാണ്. ജാതി, മത, വർഗ, വർണ്ണഭേദമന്യേ ധാരാളം ആളുകൾ ദേശീയതയിലേക്ക് ഇന്ന് ഒഴുകുന്നുണ്ട്. വരുന്ന നിയമസഭാ തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ ഇതിൻ്റെ മാറ്റം കാണാനാകും എന്നുള്ളത് ഇവിടുത്തെ ഇടത് ഇസ്ലാമിസ്റ്റ് ഇക്കോസിസ്റ്റത്തിനും ഒരു വിഭാഗം മാധ്യമങ്ങൾക്കും അറിയാം. പെരുവെള്ളപ്പാച്ചിലിനെ മുറം കൊണ്ട് തടുക്കാനുള്ള വൃഥാശ്രമമാണ് നടക്കുന്നത്. ക്യാമറാമാൻ ഉണ്ണി കെ വാര്യർക്കൊപ്പം S. ശ്രീകാന്ത്, ജനം, ഡൽഹി.